وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. فعلمت ഈ ആയത്ത് ഇങ്ങനെ ഓതി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അല്ലാഹുവിന്റെ ഖൗല് ഹുവൽ ഹഖ്, അതാണ് ഹഖ്. ഫഅജ്ഹത്തു നഫ്സി ഫീ ദഫ്ഇൽ ഹവാ, എന്റെ ശരീരത്തിന്റെ ഇച്ഛകൾ, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ അതെല്ലാം ഞാൻ തടഞ്ഞു നിർത്തുകയും ഹത്തസ്തഖറത അലാ തഅത്തില്ലാഹ്, അങ്ങനെ എന്റെ ശരീരം അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പരുവത്തിലേക്ക് ആയിക്കഴിഞ്ഞു. മുഅ്മിനീങ്ങളെ, ഇത് ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ട സംഗതി. ഞാൻ പറഞ്ഞുതരാം. ചില ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട്, കണ്ണ് സൂക്ഷിക്കാൻ പറ്റുന്നില്ല. പെണ്ണുങ്ങളെ കാണുമ്പോൾ, കാണാൻ ചോർക്കൾ പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും കണ്ണു പോവാണ്, വ്യഭിചാരത്തെക്കുറിച്ചുള്ള ചിന്ത വരാണ്, മദ്യപിക്കാൻ തോന്നുന്നുണ്ട്, വ്യഭിചരിക്കാൻ തോന്നുന്നുണ്ട്, നിസ്കാരത്തിൽ വരെ മോശപ്പെട്ട ചിന്തകൾ വരുന്നുണ്ട്. എങ്ങനെ തടഞ്ഞു നിർത്തും? എങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യും? അതിനൊരു ക്യാപ്സ്യൂള് ഞാൻ ഇന്ന് തരാം. അള്ളാഹു നമുക്കത് പ്രാക്ടിക്കലായി കൊണ്ടുനടത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എന്താണ്, ഇഷ്ടമില്ലാത്ത ഏതാ നമുക്കറിയാമല്ലോ. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിൻ, ഹലാല് വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. ഒരു തെറ്റ്, മൻ തറക ലില്ലാഹി മഅസിയതൻ സബ്അ മർറാത്ത്, ഒരു തെറ്റ് അള്ളാഹുവിനെ ഓർത്ത് 7 പ്രാവശ്യം ചെയ്യാൻ ഒരുങ്ങി, പക്ഷേ 7 തവണയും ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു ഒരാൾ പിന്മാറിയാൽ فإن الله أكرم أن يبتليه بذنب تركه لأجله 7 مرات. 7 പ്രാവശ്യം അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ച ഒരു തിന്മ, പിന്നെ ആ തിന്മ കൊണ്ടൊരു മനുഷ്യന് അള്ളാഹു പരീക്ഷിക്കുകയില്ലെന്ന് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 പ്രാവശ്യം. ഒരിക്കൽ ഇങ്ങനെ തോന്നി, അള്ളാഹ് ഞാൻ നോക്കില്ല, എന്റെ കണ്ണിനെ ഞാൻ കൺട്രോൾ ചെയ്യണ്ടേ. അള്ളാഹുവിന് വേണ്ടി ഒരു തെറ്റ് 7 പ്രാവശ്യം നമ്മൾ ഒഴിവാക്കിയാൽ, ഒരിക്കൽ തോന്നി വേണ്ട ചോനെ ഞാൻ ചെയ്യൂല. ഈ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്ന പിള്ളേരൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. അങ്ങാടികളിൽ കസ്റ്റമേഴ്സ് ആയിട്ട് വരും പെണ്ണുങ്ങളോട് നമ്മൾ പറയാൻ, പുറത്തിറങ്ങി നടക്കല്ലേ, വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല, നിങ്ങളെ വഴിവിട്ട് സഞ്ചരിക്കാനുള്ളവരല്ല, നിങ്ങൾ അച്ചടക്കത്തിൽ, വേഷം വിധാനത്തിൽ അച്ചടക്കത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ്. അച്ചടക്കമുള്ള സംസ്കാരം ഒരു കുടുംബത്തെ പരിശീലിപ്പിക്കേണ്ടവരാ പെണ്ണുങ്ങൾ. ഇതൊക്കെ ശരിയാ. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ കണ്ണ് സൂക്ഷിക്കണം. അള്ളാഹു പറഞ്ഞിട്ടില്ലേ, കണ്ണ് സൂക്ഷിക്കണം. ലോകത്തെ മുഴുവൻ നന്നാക്കാൻ നമ്മൾ കൊണ്ടുവച്ചു. ലോകം എത്ര നശിച്ച് കേടുവന്നു പോയാൽ പോലും അതിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ നിയമം പാലിച്ച് ജീവിക്കുന്നവനാ സത്യവിശ്വാസിയായ മുസ്ലിം. കണ്ണ് സൂക്ഷിക്കണം, കണ്ണ് സൂക്ഷിക്കണം. ചെറുപ്പക്കാർ, ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നു, യാത്ര ചെയ്യുന്ന ആളുകൾ കണ്ണ് സൂക്ഷിക്കണം. കണ്ണ് സൂക്ഷിച്ചെങ്കിലേ മനസ്സ് സൂക്ഷിക്കാൻ കഴിയൂ. മനസ്സ് സൂക്ഷിച്ചാലേ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കാൻ പറ്റൂ. ഇത് അള്ളാഹുവിന്റെ നിയമമല്ലേ. അല്ലേ, കണ്ണു ചിമ്മണം. അള്ളാഹുവിന് വേണ്ടി ഒരിക്കൽ കണ്ണു ചിമ്മി, ചെറിയൊരു പ്രയാസമൊക്കെ ഇപ്പൊ തോന്നി, പടച്ചോനെ ഞാൻ നോക്കാൻ പാടില്ലല്ലോ, അല്ലെ. പെട്ടെന്ന് ഫോണിലേക്ക് ഒരു ചിത്രം വന്നു, അസ്തഗ്ഫിറുല്ലാഹ്. വെബ്സൈറ്റ് ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് മോശപ്പെട്ടൊരു ചിത്രം വന്നു, അസ്തഗ്ഫിറുല്ലാഹ് അലീം. ക്ലോസ് ചെയ്തു, നോക്കിയില്ല. മനസ്സിങ്ങ പറയുന്നു, നീ ഒന്ന് ക്ലിക്ക് ചെയ്യ്, ഒന്ന് നോക്ക്, ഒന്ന് എന്റർ ചെയ്യ്. വേണ്ട. 2 പ്രാവശ്യം വേണ്ട, 3 പ്രാവശ്യം ഇല്ല, ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കൂല. 4 ഇല്ല, ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കൂല. 5, 6, 7, 7ാമത്തെ തവണയും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ ഒരു തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പറ്റിയാൽ ആ തിന്മ കൊണ്ട് പിന്നീട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയില്ല. പിന്നീട് ഒരു പരീക്ഷണം അള്ളാഹു തരൂല, ആ തെറ്റുകൊണ്ട് തരൂല. എങ്ങനെ? തുരിക്കമിൻ അജലിഹി 7 മർറാത്ത്. അള്ളാഹുവിന് വേണ്ടി 7 പ്രാവശ്യം നിങ്ങൾ ഒഴിവാക്കിയില്ലേ, ആ തെറ്റുകൊണ്ട് പിന്നെ അള്ളാഹു പരീക്ഷിക്കൂല. കള്ളുകുടിച്ചവർ ആലോചിക്കുക, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര്, വ്യഭിചരിച്ചവര്, തോന്നിവാസം ചെയ്തവർ, ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, അള്ളാഹ്ക്ക് വേണ്ടി അത് ചെയ്യൂലേ. പ്രേമം, അനുരാഗം തോന്നിയിട്ടുണ്ട് തനിക്ക്, വർത്തമാനം പറയാത്തവനോട്, പറ്റാത്തവനോട്, പറ്റാത്തവളോട് പറയണം എന്തൊക്കെയോ ഞാനത് ചെയ്യില്ല, ഒരിക്കൽ ചെയ്യില്ല, ഞാനതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ആ മെസ്സേജിന് ഞാൻ മറുപടി അയക്കൂലേ, ഇല്ല ഞാനതിനെ റെസ്പോൺസ് ചെയ്യൂലേ. 7 പ്രാവശ്യം നിങ്ങൾ ചെയ്തോ, നിങ്ങളുടെ ശരീരത്തെ അള്ളാഹു പാകപ്പെടുത്തി തരും. ശരീരത്തിന് അത് ഇഷ്ടമാകും.
അള്ളാഹുവിനെ അനുസരിക്കാൻ ശരീരത്തിന് പിന്നെ എളുപ്പമാകും. മഹാനായ ഹാത്തിമുൽ അസം ഷഖീഖുൽ ബൽഖിയോട് പറയുന്ന വാക്കുകളാണ്, നളർതു ഫീ ഖൗലില്ലാഹ്, അള്ളാഹുവിന്റെ വചനം ഞാൻ ഒന്ന് ആലോചിച്ചു പോയി. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ, ശരീരത്തെ തിന്മയിൽ നിന്ന് സൂക്ഷിക്കാൻ കഴിയുന്നത്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ മഹത്വം മനസ്സിലാക്കുകയും, അതാണ് ഏതെങ്കിലും ക്യാമറ എന്നെ വീക്ഷിക്കുന്നുണ്ടല്ലോ അതല്ല, എന്റെ നാട്ടുകാർ കാണുന്നു, അതൊന്നും നീ നോക്കണ്ട. ഖാഫ മഖാമ റബ്ബിഹി, എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടവനാണ് ഞാനെന്ന ബോധം. അല്ലെങ്കിൽ എന്റെ റബ്ബിന്റെ മഹത്വം എത്രയാണ്. ഇമാമുന അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ല സഹോദര, നിനക്കെങ്ങനെ കള്ളുടിക്കാൻ പറ്റും? നിനക്കെങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പറ്റും? നിനക്കെങ്ങനെ വ്യഭിചരിക്കാൻ പറ്റും? നിനക്കെങ്ങനെ തോന്നിവാസം ചെയ്യാൻ പറ്റും? നിനക്കെങ്ങനെ ഫിത്നയും ഫസാദും പറയാൻ പറ്റും? അള്ളാഹു അത് കാണുന്നില്ലേ? അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടായിട്ട് നീ ചെയ്യുകയാണെങ്കിൽ വല്ലാത്ത ധൈര്യമാണ് നിന്റെ ധൈര്യം, അല്ലേ? അള്ളാഹു കാണുന്നുണ്ടെന്ന് നിനക്കറിയാം, എന്നിട്ട് നീ അത് ചെയ്യുന്നുണ്ട്, വല്ലാത്ത ധൈര്യമാണ്. ഇനി അള്ളാഹു കാണുന്നില്ല എന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ നിന്റെ പേര് കാഫിർ എന്നാണ്. ഞാൻ ഈ ചെയ്ത തെറ്റ് അള്ളാഹു കാണുന്നില്ല എന്നാണ് നീ വിചാരിക്കുന്നത്, പിന്നെ നീ മുസ്ലിം അല്ലല്ലോ. പിന്നെ നിനക്ക് അള്ളാഹുവിന്റെ സ്വർഗം, അനന്തകാല റബ്ബിന്റെ നിഅമത്തുകൾ നിനക്ക് ഹറാമല്ലയോ? അള്ളാഹ് കാണില്ല എന്ന് അള്ളാഹ് കാണുന്നുണ്ടെന്നറിയുന്ന ആളല്ലേ നീ, പിന്നെ എങ്ങനെ നീ തെറ്റ് ചെയ്യും? വല്ലാത്തൊരു വാക്കാണ്. ഇതിനാണ് ഹിക്മത്ത് എന്ന് പറയാ. വമൻ യുഅ്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ. എന്തൊരു വചനമാണത്! എങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റും? തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹു കാണുന്നുണ്ടെന്ന് നിനക്കറിയുന്നല്ലോ, പിന്നെ എങ്ങനെ തെറ്റ് ചെയ്യും? എന്നിട്ടും നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യം തന്നെ. ആ റബ്ബ് നിന്നെ കാണുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നീ മുസ്ലിം അല്ലല്ലോ, നീ പിന്നെ ഇസ്ലാം എന്ന് പുറത്തുപോയില്ലേ. അള്ളാഹ് കാണുന്നില്ല എന്ന് വിചാരിച്ചാൽ അപ്പൊ എങ്ങനെ തെറ്റ് ചെയ്യാം? ഇനി ഇതിൽ കൂടുതൽ സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.